ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേൺ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. പ്രിയപ്പെട്ട മക്കളെ, വളരെ പ്രധാനപ്പെട്ട സെക്കൻഡ് പാർട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. പാർട്ട് 1ന്റെ വീഡിയോ ഓൾറെഡി നമ്മുടെ സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 10ാം ക്ലാസ് നിങ്ങൾ തുടങ്ങി സ്കൂളിൽ പോകുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ചാപ്റ്റർ ഏറ്റവും അടിപൊളിയായിട്ട് പഠിച്ച് സെറ്റായിട്ട് വേണം പോകാൻ. സ്കൂളിൽ ടീച്ചേഴ്സ് ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ ചാടിക്കയറി ഉത്തരം പറയേണ്ടതുണ്ട്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ എല്ലാ SSLC ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണും, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. പ്രിയപ്പെട്ട മക്കളെ, ഞാൻ നേരെ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഞാൻ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇതല്ല കേട്ടോ മിസ്റ്റേക്ക്, ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് തന്ന ഹോംവർക്കിൻ്റെ ആൻസർ ആണ്. നിങ്ങൾ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇതല്ലേ ഉത്തരം എന്ന് മോള് ചോദിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ലൈക്ക് അടിച്ചത് തീർച്ചയായിട്ടും തന്നെയാണ് ഉത്തരം. അതേപോലെ ഞാൻ ചെയ്ത ചെറിയൊരു മിസ്റ്റേക്ക്, D = 9 എടുത്തു. പക്ഷേ D = ശരിക്കും 11 ആയിരുന്നു. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊക്കെ അതിനെപ്പറ്റി പഠിച്ച ആൾക്കാരാണ് ഡെഫിനറ്റ്ലി. സോ അതാണ് കേട്ടോ. അപ്പോൾ ചെറിയ മിസ്റ്റേക്ക് വന്നത് ഞാൻ അതിൽ ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. സോ പ്രിയപ്പെട്ട മക്കളെ, ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്ന ചോദ്യങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട രസകരമായുള്ള ചോദ്യങ്ങളാണ്. വീഡിയോ മുഴുവനും കാണുക. നിർബന്ധമായിട്ടും നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നുള്ളൊരു കമൻറ്റ് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. സോ ഞാൻ നേരെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു 10 ഫ്രണ്ട്സിനെങ്കിലും SSLC പഠിക്കുന്ന ഫ്രണ്ട്സിനെങ്കിലും നിങ്ങൾ ഇത് ലിങ്ക് ഒന്ന് അയച്ചു കൊടുക്കുക. നിങ്ങൾ എനിക്ക് തരേണ്ട സമ്മാനം, ഞാൻ നിങ്ങൾക്ക് തരുന്ന സമ്മാനം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുള്ളതാണ്. ഈ പഠിപ്പിച്ചതിന് ശേഷം നിങ്ങൾ എനിക്ക് തരേണ്ട സമ്മാനം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒരു 10 ഫ്രണ്ട്സിനെങ്കിലും ഷെയർ ചെയ്യാം. മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് വേണ്ട കേട്ടോ. സോ ചോദ്യത്തിലേക്ക് കടക്കുന്നത് നന്നായിട്ട് ശ്രദ്ധിക്കുക. The third term of an arithmetic sequence is 15. അപ്പോൾ ഇതുപോലൊരു ചോദ്യം നിങ്ങൾ ആദ്യം എന്ത് ചെയ്യുക, അത് എഴുതുക. തേർഡ് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 15. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാമത്തെ പദം എന്ന് പറയുന്നത് 15 ആണ്. ആൻഡ് എട്ടാമത്തെ പദം എന്ന് പറയുന്നത് 35 ആണ്. എട്ടാമത്തെ പദം 35 ആണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ചോദിച്ച ചോദ്യം ഇതിൻ്റെ 13ാം പദം എത്ര എന്നാണ്. ഇതിൻ്റെ 13ാം പദം എത്ര? മക്കളെ, ഇവിടെ നിങ്ങൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു കണക്ഷൻ കാണാൻ പറ്റും. 3 3 5 8 8 5 13. അതായത് ഇവിടുന്ന് മൂന്നാമത്തെ സ്റ്റെപ്പിൽ നിന്ന് നേരെ എട്ടാമത്തെ സ്റ്റെപ്പിലേക്കാണ്, അഥവാ 5D കൂടുന്നുണ്ട്. മൂന്നാമത്തെ പദത്തിനോട് 5D കൂട്ടുമ്പോഴാണ് എട്ടാമത്തെ പദം കിട്ടുക. ഓക്കെ, അതാണ് ഇവിടെ തന്നെ. അപ്പോൾ 5D എന്ന് പറയുന്നത് 15 35 ആളുള്ള അളവാണ്. 15 35 ആണ് എത്ര കൂടുന്നു? 3നോട് 8 ആവണമെങ്കിൽ 5D കൂട്ടണം. 15 35 ആണെങ്കിൽ മൊത്തം 20 കൂടുന്നുണ്ട്. അപ്പോൾ 5D എന്ന് പറഞ്ഞാൽ 20 ആണ്. പദവ്യത്യാസം ബൈ സ്ഥാന വ്യത്യാസം. 5D = 20. അപ്പോൾ നമുക്ക് D വേണമെങ്കിൽ ഇവിടുന്ന് കണ്ടുപിടിക്കാം. 20/5 ആണ് സമം 4 എന്ന് വേണമെങ്കിൽ D കിട്ടും, ഈസി ആയിട്ട് കിട്ടും. പക്ഷെ നമുക്ക് ഇവിടെ D കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചോദിച്ചത് 13ാമത്തെ പദമാണ്. അപ്പോൾ 5D കൂടുന്നത് 20 ആണെങ്കിൽ അടുത്ത 5D കൂടുന്നതും 20 തന്നെയായിരിക്കും. അപ്പോൾ 35നോട് 20 കൂട്ടിയാൽ എത്ര കിട്ടും? 55 കിട്ടും. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അഥവാ 3 8 ആവുന്നു, 8 13 ആവുന്നു. അപ്പോൾ 15 35 ആവുന്നു, 35 55 ആവുന്നു, 20 കൂടുന്നു. രണ്ടും സമാന്തര ശ്രേണി രീതിയിൽ എഴുതിയാൽ മതി. 3 8 13 അരിത്മെറ്റിക് സീക്വൻസ്, ഇതും അരിത്മെറ്റിക് സീക്വൻസ്. അടുത്തത് നമ്മോട് ചോദിച്ചത് ഇതിൻ്റെ 23ാം ടേം ആണ്. നമുക്കറിയാം ഇതിൻ്റെ 18ാമത്തെ ടേം എങ്ങനെ വരിക? വീണ്ടും എന്ത് കൂടുന്നു? 5D കൂടുന്നു. അപ്പോൾ വീണ്ടും 20 കൂടിയാൽ 75 ആവും. 15 20 കൂടിയിട്ട് 35, 35 20 കൂടിയിട്ട് 55, 55 20 കൂടിയിട്ട് 75. സോ ഇതേപോലെ 18 കഴിഞ്ഞിട്ട് 23 ആവുകയാണെങ്കിലോ വീണ്ടും 20 കൂടിയിട്ട് അത് 95 ആവും. ഓക്കെ, ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടോ നോക്കുക, ശ്രദ്ധിക്കുക. ആദ്യം 20 കൂടുന്നു, വീണ്ടും 20 കൂടുന്നു, വീണ്ടും 20 കൂടുന്നു, വീണ്ടും 20 കൂടുന്നു. അപ്പോൾ ഇത്രയും സിമ്പിളാണ് ചോദ്യം. ഈ ഒരു ഐഡിയ ഉപയോഗിച്ചുകൊണ്ടുള്ള അടുത്തൊരു ചോദ്യം ഇവിടെ ഉണ്ട്. വീഡിയോ പോസ് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചോദ്യം ഇങ്ങനെയാണ്: 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക്, ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആട്ടോ, പരീക്ഷയ്ക്ക് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. 5th ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 21. ക്ലാസ്സിനായിട്ടുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. 9th ടേം ഈസ് 41. ഇതിൻ്റെ 9ാമത്തെ പദം 41 ആണ്. എന്നിട്ട് നിങ്ങളോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് ദ ഫസ്റ്റ് ടേം, ഇതിൻ്റെ ആദ്യ പദം എത്ര? ആദ്യ പദം. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും 9 എന്ന് പറഞ്ഞത് 5 ആവാൻ 4D കുറയുന്നു. അപ്പോൾ വീണ്ടും 4D കുറയുന്നു. അപ്പോൾ 4D = 41, 21 ആവാൻ 20 കുറയുന്നു. 21 20 കുറച്ചാൽ ഇപ്പോൾ ഇങ്ങോട്ട് പോകുമ്പോൾ 20 കുറയുന്നു, ഇങ്ങോട്ട് പോകുമ്പോൾ 20 കുറയുന്നു. ഇതാണ് ഐഡിയ. അടുത്ത ചോദ്യം നോക്കിയേ, ഇതിൻ്റെ തേർഡ് ടേം എന്ത്? നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ തേർഡ് ടേം എന്ത്? അവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമുക്കറിയാം തേർഡ് ടേം എന്ന് പറഞ്ഞാൽ 1 5 ആവാൻ 4 ആണ്. അപ്പോൾ തേർഡ് ടേം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതിയല്ലേ വരിക അല്ലേ? 1 3 5 1 3 5 വരും. അപ്പോൾ 21 1 ആവാൻ 20 കുറയുന്നു. അപ്പോൾ ഇവിടെ 2D ആണ് വരുന്നത്. 4D സമം 20 ആണെങ്കിൽ 4D സമം 21 41
20 കൂടുന്നു. 4D സമം 20 ആണെങ്കിൽ 2D എത്ര ആയിക്കടാ? 10 ആയിരിക്കും. അപ്പോൾ ഒന്നുള്ളത് എന്താവും? 11 ആവും. ഒന്നുകൂടി വീഡിയോ എടുത്ത് കാണുക. ഞാൻ ഇതേ ചോദ്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ചോദ്യം ശ്രദ്ധിക്കുക. ഒരു സമാന്തര അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 5ാമത്തെ പദം 21, 5ാമത്തെ പദം 21, 9ാമത്തെ പദം 41. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് 20 കൂടുകയാണ്. അപ്പോൾ നമ്മൾ ചോദിച്ചത് 1ാമത്തെ ടേമാണ്. അപ്പോൾ ഇങ്ങോട്ട് 4 കുറയുന്നു, ഇങ്ങോട്ട് 4 കുറയുന്നു. അപ്പോൾ 20 കുറയുന്നു, 20 കുറയുന്നു. എന്നാൽ അടുത്ത ചോദ്യം ഇതിൻ്റെ 3ാമത്തെ ടേമാണ്. പക്ഷേ 3ാമത്തെ നമുക്കറിയാം 4 അല്ല കുറയുന്നത്, 2 കുറയുന്നത്. അപ്പോൾ 4D എന്ന് പറഞ്ഞാൽ 20 ആണെങ്കിൽ 2D എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 10 ആയിരിക്കും. 4D 20 ആണ്, 2D 10. അപ്പോൾ 21 10 കുറച്ചാൽ 11, അല്ലെങ്കിൽ ഈ ഒന്നാമത്തിനോട് 10 കൂട്ടിയാൽ 11. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ചെയ്യാം കേട്ടോ. നല്ല രസമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ചോദ്യം കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ചോദ്യം ഇങ്ങനെയാണ്: ദ ഫോർത്ത് ടേം ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് 61. ഒരു സമാന്തരശിയുടെ 4ാമത്തെ പദം എന്ന് പറയുന്നത് 61 ആണ്. 7ാമത്തെ പദം എന്ന് പറയുന്നത് 31 ആണ്. ഈസി ബി സി. നന്നായിട്ട് ശ്രദ്ധിച്ചാട്ടോ. നമ്മൾ ചോദിച്ചത് 10ാമത്തെ പദം എത്ര? 10ാമത്തെ പദം എത്ര? അപ്പം 4 3 7, 7 3 10. അപ്പോൾ 10ാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 61 31 ആവാൻ എത്ര കുറയുന്നു? 30 കുറയുന്നു. അപ്പോൾ 31 30 കുറച്ചാൽ 10ാമത്തെ പദമാണ്. അപ്പോൾ ഇത് ഇങ്ങോട്ട് കുറയാണ് ചെയ്യുന്നത്. 31 30 കുറച്ചാൽ എത്ര കിട്ടും? 1 കിട്ടും. അടുത്ത ചോദ്യം: ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ആദ്യത്തെ പറഞ്ഞാൽ x1 ആണ്. x1 നന്നായിട്ട് ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ നിങ്ങൾക്ക് x1 ആണ് എന്ത് ചെയ്താൽ മതി? 7 എന്ന നമ്പർ 4 ആവാൻ 3D കുറയുന്നു. 4 നിന്നത് 3D കുറച്ചാൽ x1 കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് കുറയാൻ വേണ്ടത്. എന്ത് കുറയുന്നു? D കുറയുന്നു. അപ്പോൾ 31 61 ആവുന്നു. അപ്പോൾ ഇങ്ങോട്ട് ശരിക്കും എന്താ സംഭവിക്കുന്നത്? നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ പാറ്റേൺ ശ്രദ്ധിക്കണം. നേരത്തെ ചെയ്ത ചോദ്യങ്ങളിലൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഈ ചോദ്യം വരുന്നത്. നേരത്തെ ചെയ്ത ചോദ്യങ്ങളൊക്കെ നോക്കുക. 3 എന്ന് പറഞ്ഞത് 8 ആവുന്നു. അവിടെ പ്ലസ് ആണ്, ഇവിടെയും പ്ലസ് ആണ്. 15 35 ആവുന്നു, കൂടാണ്. എന്നാൽ ഈ കാണുന്ന ക്വസ്റ്റ്യൻ എന്താ സംഭവിക്കുന്നത്? 4 എന്ന് പറഞ്ഞ നമ്പർ 7 ആകുമ്പോൾ അത് കുറയാ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി D എന്ന് പറഞ്ഞത് എന്താണ്? കുറവാണ്, നെഗറ്റീവാണ്. അപ്പോൾ 61 31 ആവുന്നു. വീണ്ടും 30 കുറച്ചാൽ 1 ആവുന്നു. നേരെ ഇങ്ങോട്ട് പോകണമെങ്കിലോ 1 + 30 31, 31 + 30 61, 61 + 30 91 വരും. ഒന്നാമത്തെ പദം എന്ന് പറഞ്ഞാൽ എത്ര? 90. അപ്പോൾ ഒരേ ടൈപ്പിൻ്റെ പല ചോദ്യങ്ങളും നിങ്ങൾ കണ്ടു. 2025 തൊട്ട് മുമ്പത്തെ വർഷം പബ്ലിക് എക്സാമിന് ചോദിച്ചൊരു ചോദ്യം ഞാൻ കാണിച്ചു തരാം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ഈ കാണുന്ന ക്വസ്റ്റ്യൻ ആൻസർ എന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. SSLC പബ്ലിക് എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. സോ അടുത്ത പാർട്ടിൽ നമ്മൾ ഇതിൻ്റെ പുതിയൊരു സെഷനുമായിട്ടാണ് വരുന്നത്. ടേം ഓർ നോട്ട്, പദമാണോ അല്ലയോ എന്നുള്ളതായിരിക്കും നമ്മുടെ ടോപ്പിക്ക് വരുന്നത്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അടുത്ത പാർട്ട് നിങ്ങൾക്ക് വേണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മാക്സിമം എല്ലാ SSLC ഫ്രണ്ട്സിനും ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ലേൺ വിത്ത് ഷാഹിദ് റംസാൻ. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.